ഇത് നമുക്ക് കസ്തൂരി മഞ്ഞളിന് കൃഷി ചെയ്തേക്കണാണ്. അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് ഒരു സ്ഥലമൊന്നും വേണ്ടട്ട കസ്തൂരി മഞ്ഞൾ കൃഷി ചെയ്യാനായിട്ട്. കണ്ട, നമ്മളിവിടെ ഫ്രൂട്ട്സിന്റെ തോട്ടത്തില് ഇടവിളയായിട്ട് അതിന്റെ ചുറ്റൊക്കെ കസ്തൂരി മഞ്ഞൾ കൃഷി ചെയ്തതാണ്. കണ്ട, ഇതേപോലെ നമ്മ ഒരുപാട് സ്ഥലത്ത് ചെയ്തിട്ടുണ്ട്. അപ്പൊ കസ്തൂരി മഞ്ഞളിന്റെ കണ്ട ഇലകളൊക്കെ ഇരിക്കണത് ഇതേപോലെയാണ് ട്ടാ. നമ്മ പണ്ട് കാലത്തൊക്കെ മഞ്ഞക്കൂവയുള്ള കസ്തൂരി മഞ്ഞളിന്റെ പൗഡർ എന്ന് പറഞ്ഞ് ഉപയോഗിച്ചിരുന്നത്. അപ്പൊ മഞ്ഞക്കൂവയുടെ ഇലക്ക് നടുക്കൊരു നീല വരയുണ്ടാവും. പിന്നെ ഇതിന്റെ തണ്ടുകളൊക്കെ കണ്ടില്ലേ, ഇതേപോലെയാണ് തണ്ടുകളൊക്കെ ഇരിക്കണത്. നമുക്ക് നല്ല രീതിയിൽ തന്നെ കൃഷി ചെയ്യാൻ പറ്റിയതാണ് കസ്തൂരി മഞ്ഞൾ. അപ്പൊ കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് എല്ലാവരും സ്ഥിരമായിട്ട് ഉപയോഗിക്കണതാണ്. നമ്മുടെ ശരീരത്തിലെ കറുത്ത പാടുകളൊക്കെ പോകാനും അതേപോലെ തന്നെ സൗന്ദര്യം വർദ്ധിക്കാനും കുരുക്കൾ പോകാനൊക്കെ ഏറ്റവും നല്ലതാണ്. നമുക്ക് പച്ചനും ഉപയോഗിക്കാം, നമുക്ക് ഉണക്കി പൗഡറായിട്ടും ഉപയോഗിക്കാം. അപ്പൊ നമുക്ക് യാതൊരു പരിചരണവും വേണ്ടാണ്ട് ഇതേപോലെ കണ്ട, സ്ഥലവും നമുക്ക് പ്രത്യേകിച്ച് വേണ്ട, ഇതേപോലെ കസ്തൂരി മഞ്ഞൾ നമ്മുടെ വീട്ടിൽ നട്ടുപിടിപ്പിക്കാം. അപ്പൊ നമുക്ക് സ്ഥലം ഇല്ലാത്തവർക്ക് നമുക്ക് ഗ്രോ ബാഗിൽ കൃഷി ചെയ്യാട്ടാ. ചെടിച്ചട്ടിയിലോ ഗ്രോ ബാഗിലോ ചാക്കിലോ എവിടെ വേണമെങ്കിലും നമുക്ക് കസ്തൂരി മഞ്ഞൾ കൃഷി ചെയ്യാം. പ്രത്യേകിച്ച് യാതൊരു പരിചരണങ്ങളും വേണ്ട. നമ്മുടെ വീട്ടിലെ ഈ ചപ്പ് ചവറുകളില്ല, ജൈവ ചവറൊക്കെ മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ട് നിറച്ചാൽ മതി. പിന്നെ എന്തെങ്കിലും നമ്മുടെ വീട്ടിലെ അടുക്കള വേസ്റ്റ് ഒക്കെ കൊണ്ടുപോയിട്ട് കൃഷി ചെയ്യാൻ പറ്റിയതാണ്. അപ്പൊ എല്ലാവരും കസ്തൂരി മഞ്ഞൾ കൃഷി ചെയ്യണം.